ഗുഡ് മോർണിംഗ്. സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനിൽ എന്തെങ്കിലും ഡൗട്ട് ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? സിങ്ക്രണസ് നമ്മൾ ഇതുവരെ നോക്കിയ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനിൽ. ഇഫ് നോ മീൻസ് ദെൻ വിൽ കണ്ടിന്യൂ. ഒരു കാര്യം പറയാനുള്ള, ഇന്നുകൊണ്ട് നമ്മൾ ആ സിങ്ക്രണസ് കൗണ്ടർ ഡിസൈനും സീക്വൻസ് ജനറേറ്ററും ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ്, ദറ്റ് ഈസ് 16th തുടങ്ങി നിങ്ങൾ ആ TTL നെക്സ്റ്റ് മോഡ്യൂളിൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻസ് തുടങ്ങണം കേട്ടോ. അപ്പോൾ അതിന് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറഞ്ഞവരെല്ലാവരും മൺഡേ പ്രിപ്പയർഡായി വരണം. മൺഡേ തന്നെ എല്ലാം തീരും എന്നല്ല, പക്ഷെ മൺഡേ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. Okay, we are continuing with synchronous counter design. We have seen ഇങ്ങനെ ഒരു synchronous counter design നമ്മൾ നോക്കി. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റി 2 raised to mod 2 raised to n 2 raised to n എന്ന് വെച്ചാൽ 2ന്റെ പവേഴ്സ് അല്ല മോഡ് എന്നുള്ള അങ്ങനെയുള്ള കൗണ്ടേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നാണ് നോക്കിയത്. ഇതില് നമ്മൾ കൗണ്ടിങ് സീക്വൻസ് 0 1 2 3 4 വരെ മാത്രമുള്ള ഒരു കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്നാണ് ഫസ്റ്റ് എക്സാമ്പിളിൽ നോക്കിയത്. പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതി, പിന്നെ അതിൽ നിന്ന് എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്ത് ജെയുടെയും കെയുടെയും വാല്യൂസ് എഴുതുക. അത് കഴിഞ്ഞ് കെ മാപ്പിൽ മാപ്പ് ചെയ്യാൻ വേണ്ടി പ്രസന്റ് സ്റ്റേറ്റ് ജെ വാല്യൂസും വെച്ച് കെ മാപ്പിൽ മാപ്പ് ചെയ്യുക. കെ മാപ്പിൽ മാപ്പ് ചെയ്ത ശേഷം ഗ്രൂപ്പ് ചെയ്ത് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഫോർ ദ ഇൻപുട്സ് കണ്ടുപിടിക്കുക. വൺസ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻസ് കിട്ടിയാൽ അത് കഴിഞ്ഞ് അത് വെച്ച് സർക്യൂട്ട് റിയലൈസ് ചെയ്യുക. ഇതാണ് ആ സ്റ്റെപ്പ് പ്രോസസ്. സോ ദ സ്റ്റെപ്പ് പ്രോസസ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഡയഗ്രാം, നമുക്ക് വേണ്ട സ്റ്റേറ്റ്സും ബാക്കി സ്റ്റേറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ആ സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഡയഗ്രത്തിൽ കൂടെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം നമുക്ക് വേണ്ട കൗണ്ടിങ് സീക്വൻസും യൂസ് ചെയ്യാത്ത സീക്വൻസ് വന്നാൽ എന്താവണം എന്നുള്ളതും ഇതിൽ ഡിഫൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം എഴുതുന്നു, സ്റ്റേറ്റ് ടേബിൾ എഴുതുന്നു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്ത് ഇങ്ങനൊരു ടേബിൾ എഴുതുന്നു. അത് കഴിഞ്ഞ് കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യാണ്. കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യാൻ ഈ ടേബിളിലെ പ്രസന്റ് സ്റ്റേറ്റും ഈ കറസ്പോണ്ടിങ് ജെ ആൻഡ് കെ വാല്യൂസ് അല്ലെങ്കിൽ ജെ വാല്യൂ ജെയുടെ ടേബിൾ ആണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഓരോ എത്ര ഇൻപുട്സ് ഉണ്ടോ അത്രയും ഇൻപുട്സ്. ഇവിടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള കൗണ്ടർ ഡിസൈൻ ആണ് പറഞ്ഞത്. കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ ജെ കെ മാത്രമല്ല ടി യൂസ് ചെയ്യാം, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം. ഇവിടെ ജെ കെ പറഞ്ഞത് ജെ കെ ഇസ് മോർ ജനറൽ, കാരണം ജെ കെയെ നമുക്ക് ഡി ആയിട്ടും ടി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജെ കെ മോർ ജനറൽ ആയതുകൊണ്ടാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളും അല്ലെങ്കിൽ ജെ കെ വെച്ചിട്ടുള്ള ഡിസൈൻ പറഞ്ഞു പോയത്. ഇത് എഡ്ജ് ട്രിഗർ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, കാരണം ഒരു ക്ലോക്ക് സൈക്കിളിൽ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ക്ലോക്ക്സ് ആയ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയാലും നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയാലും വിത്തിൻ 1 ക്ലോക്ക് സൈക്കിൾ ദ ഔട്ട്പുട്ട് വിൽ ചേഞ്ച്. അതുകൊണ്ട് ഏത് എഡ്ജിൽ ആണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് ഔട്ട്പുട്ട് കൗണ്ടിങ് സീക്വൻസിനെ ബാധിക്കില്ല. ഓൺലി ദർ വിൽ ബി എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ടൈമിംഗ് ഡയഗ്രാം. എപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളത് മാത്രമേ അത് ബാധിക്കുള്ളൂ. ദെൻ വിൽ സി വൺ മോർ. ഇവിടെ നേരത്തെ ഉള്ളതിൽ നമ്മൾ കണ്ടിന്യൂസ് സീക്വൻസ് ആയിരുന്നു, ഇത് കുറച്ചുകൂടെ അല്ല. 0 2 5 6 ദിസ് ഇസ് അവർ സീക്വൻസ്. 0 2 5 6. How will you design?
such a counter 0 to 5 6. അപ്പോൾ യൂസ് ചെയ്യാത്ത സ്റ്റേറ്റ് ഒക്കെ എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് യൂസ് ചെയ്യാത്ത സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമുക്ക് ഡിസൈഡ് അല്ലാത്ത കൗണ്ടിങ് സീക്വൻസ് ഏത് വന്നാലും സീറോയിലേക്ക് പോയിക്കോട്ടെ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. സോ നമ്മൾ ഡിസൈഡ് ചെയ്തതനുസരിച്ചാണ് ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇതേ ഡിസിഷൻ ആവണം എന്നില്ല. ഇപ്പോൾ 0 കഴിഞ്ഞിട്ട് 2, നിങ്ങൾക്ക് ഇതെല്ലാം കൂടി വേറൊരു സ്റ്റേറ്റ് 2ലേക്ക് പോകുന്നതായിട്ട് ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 0 കഴിഞ്ഞ് 1 വന്നാൽ 2ലേക്ക് പോകണം, 3 വന്നാൽ 5ലേക്ക് പോകണം, 4 വന്നാൽ 5ലേക്ക് പോകണം, 7 വന്നാൽ 0ലേക്ക് പോകണം. അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആയിട്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതൊരു യുണീക്ക് ഡിസിഷൻ അല്ല, ആവണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈനറിന് ഡിസൈഡ് ചെയ്യാം. സോ എന്നിട്ട് പിന്നെ ആപ്ലിക്കേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ വെച്ചിട്ടോ നമുക്ക് സർക്യൂട്ട് ചെയ്യാം. അപ്പം അതൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇവിടെ നമ്മുടെ ഒരു റാൻഡം ഡിസിഷൻ ആയിട്ട് ഇതിനെ എടുക്കാം. നമ്മൾ തീരുമാനിച്ചു എല്ലാ അൺയൂസ്ഡ് സ്റ്റേറ്റ്സും 0യിൽ വന്നാൽ, സപ്പോസ് ദേ ബൈ എനി നോയ്സ് ഇന്റർഫറൻസ്, സപ്പോസ് എനി ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഒക്കെ, ദെൻ വി ഹാവ് ടു ഡിഫൈൻ. കാരണം എന്നാലേ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അൺയൂസ്ഡ് സ്റ്റേറ്റും കൂടെ ഇങ്ങോട്ട് പോകണമെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്തിട്ട് സ്റ്റേറ്റ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റേറ്റ് ഡയഗ്രാം, കാരണം ഇത് എക്സാമ്പിൾ ആയതുകൊണ്ട് നിങ്ങളും ഈ ഡിസിഷൻ തന്നെ എടുത്തതായിട്ട് വിചാരിച്ച് ഈ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചിട്ട് ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യൂ. ഇവിടെ as the sequence includes 3 bits, you require 3 flip-flops. Once you have drawn the state diagram, state transition diagram, then you can write present and next state. ഇതിൽ നിന്ന് നമ്മളാണ് ഇത് എഴുതുന്നത്. 0 വന്നാൽ 2ലേക്ക് പോകണം, 1 വന്നാൽ 0യിൽ പോകണം. 1 ഈസ് ആൻ അൺയൂസ്ഡ് സ്റ്റേറ്റ്. 2 വന്നാൽ 5ലേക്ക് പോകണം. 5 യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ 2 വന്നാൽ 5ലേക്ക് പോകണം. ബട്ട് 3 വന്നാൽ വീണ്ടും നമ്മളിവിടെ ഡയഗ്രത്തിൽ പറഞ്ഞത് 3 വന്നാൽ 0യിൽ പോകണം എന്നാണ്. അതുകൊണ്ടാണ് 3 വന്നാൽ 0യിൽ പോകണം. ദെൻ 4 വന്നാലും അൺയൂസ്ഡ് ആണ്. 4 വന്നാലും അതുകൊണ്ട് 0യിൽ പോകണം. 5 വന്നാൽ അടുത്ത സ്റ്റേറ്റ് 5 വന്നാൽ അടുത്ത സ്റ്റേറ്റ് 6 ആണ്. സോ 5 വന്നാൽ 6ലേക്ക് പോകണം. 6 വന്നാൽ പിന്നെ അടുത്ത സീക്വൻസ് 0 ആണ്. നമ്മുടെ ഡിസൈഡ് കൗണ്ടിങ് സീക്വൻസ് ആണ്. സോ 6 വന്നാൽ 0യിലേക്ക് പോയി. 7 which is an unused sequence. So 7 വന്നാൽ 0യിലേക്ക് പോകണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ടേബിൾ. Then using this table and excitation table, we will write down this. So this table indicates the level required at each J and K inputs. Level required, or the input required at each J and K in order to produce the transition to the next state. സോ ഇത് കോപ്പി ചെയ്യാതെ നിങ്ങൾ തന്നെ ഒന്ന് എഴുതൂ. എഴുതിയിട്ട് ഇതിലേക്ക് നോക്കി വെരിഫൈ ചെയ്യും.
ഓക്കെ, ഇത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജെയുടെയും കെയുടെയും എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുകയാണ്. അതിൽ നമ്മൾ കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്തിട്ടാണ് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം, കെക്ക് ലോജിക് 1 കൊടുത്താൽ മതിയാവും. കെ ബിക്ക് ഒരു കെ മാപ്പ് വരയ്ക്കേണ്ട കാര്യം ഇല്ല, അല്ലാതെ തന്നെ ഈ ടേബിൾ നോക്കി നിങ്ങൾക്ക് അസസ് ചെയ്യാം. കെ ബി ഈസ് ഓൾസോ ലോജിക് 1 ബിക്കോസ് ഡോൺ കേസും 1 മാത്രമേ ഉള്ളൂ. ഇനി കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രസന്റ് സ്റ്റേറ്റും ആ ജെ കെ എൻ്റെ ടേബിളും ജെ കെ ഇൻപുട്സും ഓരോ സ്റ്റേറ്റിലും വരുന്ന ജെ കെ ഇൻപുട്സും മതി. സോ അത് വെച്ചിട്ട് മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്തിട്ട് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. ഒരു കാര്യം ചെയ്യൂ, ഈ എക്സ്പ്രഷൻസ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ, പിന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. സോ ജെ എ ഈക്വൽ ടു ബി സി ബാർ, കെ എ 1, അതുപോലെ ജെ ബി ഈക്വൽ ടു സി എ പ്ലസ് സി ബാർ എ ബാർ ആൻഡ് കെ ബി ഓൾറെഡി 1, ജെ സി ഈക്വൽ ടു എ ബാർ ബി, കെ സി ഈക്വൽ ടു ബി പ്ലസ് എ ബാർ. നിങ്ങൾ ഇത് നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ, കാരണം ഇതൊക്കെ കോപ്പി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ തന്നെ ചെയ്ത് നോക്കി കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഈ എക്സ്പ്രഷൻസ് മാത്രം കോപ്പി ചെയ്യുക, ബാക്കി ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. ഓക്കെ, ദെൻ ഇത് വേറൊരു മെത്തേഡ്, മീൻസ് ഇവിടെ നമ്മളൊരു എന്താണ് കുറെ കൂടി സിംപ്ലിഫൈഡ് മെത്തേഡ് എന്ന് പറയും. കാരണം അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. വി ആർ സ്കിപ്പിംഗ് ദ അൺയൂസ്ഡ് സ്റ്റേറ്റ്സ്. നേരത്തെ അതേ പ്രോബ്ലം 0 to 5, 6. ഇവിടെ നമ്മൾ ഇത് മാത്രം എടുക്കുന്നു. അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ആയ 1, 3, 4, 5 ഉണ്ട്. 1, 3, 4, 7 വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളിവിടെ പറയുന്നില്ല. That means we are not bothering about them. That is, the unused states can be taken as don't cares. അങ്ങനെയും ഒരു ഡിസൈൻ ചെയ്യാം. ബട്ട് ഓക്കെ, ഇങ്ങനെ ചെയ്യാറുണ്ട്. ബട്ട് ക്രൂഷ്യൽ ആപ്ലിക്കേഷൻസിന് മറ്റേതാണ് ചെയ്യാറ്. കാരണം ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് സൊല്യൂഷൻ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഇത് ഇങ്ങനെ ഇരിക്കും. ദാറ്റ് ഈസ് 1 വന്നാൽ വി ഡോണ്ട് കെയർ, 2 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതും, കാരണം 2 ഈസ് എൻ യൂസ്ഡ് സ്റ്റേറ്റ്. 3 വന്നാൽ ഓൾസോ വി ഡോണ്ട് കെയർ, 4 വന്നാലും ഡോണ്ട് കെയർ, 5 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതും, 6 വന്നാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതും, 7 വന്നാലും ഡോണ്ട് കെയർ. അപ്പോൾ ഡോണ്ട് കെയർ ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ആസ് എക്സ്പെക്റ്റഡ് ദ സൊല്യൂഷൻ വിൽ ബി മോർ സിംപ്ലർ. പക്ഷെ ഇവിടെ ഇതാണ്, ബൈ എനി ചാൻസ് 1 കംസ്, വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഈ കൗണ്ടർ എങ്ങോട്ട് പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ നേരത്തെ പ്രീവിയസ് കേസിൽ വി ആർ ഷുവർ ദാറ്റ് സപ്പോസ് എനി 1 കംസ്, the counter will go to 0. So then nothing will happen to the counting sequence. It will go on counting. ഇവിടെ ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ബട്ട് ദിസ് ഡിസൈൻ വിൽ ബി മോർ സിംപ്ലർ. എന്നുവെച്ചാൽ ഈ ട്രാൻസ്മിഷൻ ഒന്നും നടക്കുക, അല്ലെങ്കിൽ നോയ്സിന്റെ എൻവയോൺമെന്റ് ഓർ ലാബ് പർപ്പസിനൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ ആയാലും ഇറ്റ്സ് ഓക്കെ. So this is also a simplified version of synchronous counter design, whose the synchronous counter whose modulus is less than 2 raised to n is designed. So ഇവിടെ ബാക്കി പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെയും സ്റ്റേറ്റ് എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് ജെ കെ ഇൻപുട്സിന്റെ എൻട്രീസ് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യും. ഇവിടെയൊക്കെ you will get, since a lot of don't cares comes, you will get more simplified expressions. So this is also another approach. So ഇവിടെ മാത്രമേ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഈ ടേബിളിലും പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഈ ടേബിളിലും വ്യത്യാസമുണ്ട്. Then so the output expression also varies. ഇനി that count random number, ഇവിടെയൊക്കെ നമ്മളൊരു പെർട്ടിക്കുലർ എന്ന് വെച്ചാൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ
ആണ് നോക്കിയത്. അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. റാൻഡം നമ്പർ അതാണ് ഇവിടെ നോക്കൂ, 47302. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൗണ്ടർ ഡിസൈൻ ചെയ്യും? 47302. ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. 47302. സപ്പോസ് ദാറ്റ് ഈസ് എ കൗണ്ടിങ് സീക്വൻസ്. 47302. That is our counting sequence. 47302. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 47302 ആണെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? അങ്ങനത്തെ ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? ടൈപ്പ് ദ ആൻസർ. (47302). How many flip-flops you require? Yes. I have seen only 2 answers. 3 answer. ബാക്കിയുള്ളവരുടെ ആൻസർ എവിടെ? ആൻവിൻ ആൻസർ ചെയ്യുന്നേ ഇല്ല. ഞാൻ എന്ന് സ്പെസിഫിക് ആയി വിളിച്ചാൽ മാത്രം. ആൻവിൻ്റെ ആൻസർ എനിക്കൊന്ന് കാണണം. ആൻവിൻ ആൻസർ ടൈപ്പ് ചെയ്യ്. ഓക്കെ അഭിഷേക്, നീതു. ഓക്കെ അതുൽ, നഫ. ഈ മിണ്ടാതിരിക്കുന്നവർ അനങ്ങുന്നേ ഇല്ലല്ലോ. അവിടെ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ ആൻവിൻ അവിടെ ഇല്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ 47302 ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നെഗറ്റീവ് ട്രിഗേർഡ്, എഡ്ജ് ട്രിഗേർഡ് യൂസ് ചെയ്യാൻ. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് തന്നെയാണ്. സപ്പോസ് മാക്സിമം കൗണ്ട് 7 ആണ്. 7 എന്ന് പറയുന്നത് 2n - 1 7. സോ 2n എന്ന് പറയുന്നത് നമ്മുടെ 7 അടുത്തുള്ള 2n എന്ന് പറയുന്നതിൽ സ്മോൾ n 3 ആണ്. അതുകൊണ്ട് 3 ബിറ്റ് കൗണ്ട്. ഇനി ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. 0 to നമ്മുടെ 47302 47302 ഇതായിരുന്നു. 47302 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 47302 ഇത് നിങ്ങൾക്ക് അറിയാം. ഇത് JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ. പിന്നെ ഇവിടെയും യൂസ് ചെയ്തത് അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഡോൺ കെയർസ് ആണ്. കാരണം അതുകൊണ്ട് അത് കാണിച്ചിട്ടേ ഇല്ല. 4 വന്നാൽ 7ലേക്ക് പോകണം, 7 വന്നാൽ 3ലേക്ക് പോകണം, 3 വന്നാൽ 0യിലേക്ക് പോകണം, 0 വന്നാൽ 2യിലേക്ക് പോകണം, 2 വന്നാൽ 4ലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ ആണ് ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ് എഴുതിയത്. ദാറ്റ് മീൻസ് ആ അൺയൂസ്ഡ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ബോദർ ചെയ്തിട്ടേ ഇല്ല. സോ ഡോണ്ട് കെയർ ആണ്. അപ്പോൾ ഈ വേണ്ട അല്ലെങ്കിൽ യൂസ്ഡ് സ്റ്റേറ്റ് മാത്രം വെച്ച് നമ്മൾ JK ഇൻപുട്സ് കണ്ടുപിടിക്കും. അപ്പം മാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 47302 ഒഴികെയുള്ള K-map സെൽസിലേക്ക് നമ്മൾ ഡോൺ കെയർസ് ഇടും. അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ഡൺ ഹിയർ. പ്രസന്റ് സ്റ്റേറ്റും JK ഇൻപുട്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങിയത് നിങ്ങൾക്കറിയാം 47302 ആണ് മാത്രം. അതിൻ്റെ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് എൻട്രീസ് J എൻട്രീസ് ആണ് ഇവിടെ ഉള്ളത്. നോക്കൂ, ഇതല്ലേ സെൽ. ഇങ്ങനെ A ഇവിടെ BC കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. 0 1 2 3
4567 ഡെസിമൽ ഇക്വലൻസ് ഓഫ് സെൽസ് എഴുതിയ. അപ്പോൾ നമുക്ക് 47302 അതല്ലേ, 47302 47302 ആ എൻട്രീസ് ഒഴികെയുള്ള നോക്കൂ ബാക്കി 6 5 1 അതിനെല്ലാം നമ്മൾ ഡോൺ കേസ് ഇട്ടു. സോ അതപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ അപ്രോച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഡോൺ കേസ് ഇട്ടിട്ട് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ജെ ഓഫ് സഫിക്സ് എ ആണ്. ജെ ഓഫ് എ ഈസ് ക്യൂ ഓഫ് സി. കാരണം ഇവിടെ കിട്ടുന്നത് സി എന്ന് മാത്രമാണ്. സി മീൻസ് ക്യൂ ഓഫ് സി. അതുപോലെ എല്ലാത്തിൻ്റെയും എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. So here also we are not bothering about the unused states. So unused states are put down here. Okay. So, and the resulting circuit will be like this. So as you can see, it's a rather simplified hardware. ഇങ്ങനൊരു ഹാർഡ്വെയർ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട്. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു, പക്ഷെ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇത് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാത്രമേ ഡിഫറൻസ് വരും. കൗണ്ട് സീക്വൻസ് ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കൗണ്ട് സീക്വൻസ് ശരിക്കും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 47302 ആയിരുന്നു. ഓക്കെ, അതിന് പകരം നമ്മളിപ്പോൾ 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സീക്വൻസ് ഷുഡ് ബി ലൈക്ക് 0 to എന്ത് വരണം 473 അങ്ങനെ കൗണ്ട് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെ നമുക്ക് നോക്കാം. ഇനിഷ്യലി സപ്പോസ് ഓൾ കൗണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ആയാൽ ഫസ്റ്റ് എന്ത് പറ്റും? ഇനിഷ്യലി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും 0. പക്ഷേ ഇവിടുത്തെ ജെയെ കണക്ട് ചെയ്തിരിക്കുന്നത് QC-യിലേക്കാണ്. സോ അതെന്തായിരിക്കും? ഫസ്റ്റ് ക്ലോക്ക് കഴിയുമ്പോൾ QA എന്തായാലും 0 ആയിരിക്കും. ഇപ്പോൾ JB 1-ലാണ്. സോ എവറി ക്ലോക്ക് പൾസ് ദിസ് ഇസ് ഗോയിങ് ടു ടോഗിൾ. അപ്പോൾ ഇനിഷ്യലി 000 വന്നാലും അടുത്ത ക്ലോക്ക് പൾസിൽ B ടോഗിൾ ചെയ്യും, A അവിടെ തന്നെ നിൽക്കും, ബിക്കോസ് QC ആണ്. ഇനി QC-യുടെ കണ്ടീഷൻ എന്താ? QC-യുടെ QA ബാറും QA ബാറും ബിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ അതും 0-യിൽ തന്നെ നിൽക്കും. JC 0 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്ലോക്കിൽ കൗണ്ട് 010 ആയിരിക്കും. ഇനീഷ്യലി 0 ആണെങ്കിൽ 010 വന്നാൽ എന്ത് ചെയ്യും? അടുത്ത ക്ലോക്കിൽ 010 വന്നാൽ അടുത്ത ക്ലോക്കിൽ 010 വന്നാൽ അടുത്ത ക്ലോക്കിൽ എന്ത് വരും? നിങ്ങൾക്ക് അങ്ങനെ ഇത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം സർക്യൂട്ട് വരച്ചിട്ട്. ഓക്കെ, നൗ ദെൻ വിൽ സീ another topic, that is pseudo random sequence generator. Before that, let me take your attendance. Numbers പറഞ്ഞു. Please tell your numbers for taking attendance. Number 1. 1. K2 Abhishek, 1 K2. 3. 4. 5 ഇല്ല. 6. 7.
8. ആൻവി നേരത്തെ ഞാൻ വിളിച്ചപ്പോ എവിടെ പോയിരുന്നു? ഞാൻ അയച്ചത് സെൻഡ് ആവാൻ ലേറ്റ് ആയതാ. ഇവിടെ കുറെ നേരം സെൻഡിങ് കാണിച്ചു. ഓക്കെ, അപർണ പറഞ്ഞോ. 11. അജി അറീബില്ല. അർജുൻ 15. 16. 17. ബേസിൽ 19. 20. 21. 21. ഫർഹ 21. 23. 24. 26. 27. 29. ഷമീൽ ഉണ്ടായിരുന്നില്ലേ? 28. ഓക്കെ, 29. നവീൻ ഇല്ല. 31. ഓക്കെ. 32. നിതിൻ. ഓക്കെ, റാഷിദ് ഇല്ല. 35. റോഷിത്തും ഇല്ല. 37. 37. ഓക്കെ. ഷാഹിർ 39. 40. 41. 43. സിദ്ധാർത്ഥ് ഇല്ല. 44. 45. 46 ഇല്ല. 47. ആദ്രെ കണ്ടു. 48. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പൊ കൂടുതൽ പേരുള്ളതുകൊണ്ട് പറയാണ്, നെക്സ്റ്റ് മൺഡേ മുതൽ അടുത്ത ലോജിക് ഫാമിലീസിന്റെ പ്രസന്റേഷൻ തുടങ്ങണം കേട്ടോ. അതിന് റെഡിയായി വരണം എല്ലാവരും. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ വെരിലോഗ് ലാബിൽ ചെയ്തു തുടങ്ങിയോ? ഹലോ, ആരെങ്കിലും ഒരാൾ ആൻസർ ചെയ്യും. വെരിലോഗ് ലാബിൽ ചെയ്തു തുടങ്ങിയോ? ആരും ചെയ്തില്ല, അനക്കും ഇല്ല. യെസ്, ഓക്കെ. എന്താണ് ചെയ്തത്? ഗേറ്റ് ലെവൽ ചെയ്തോ? നിങ്ങൾ വെരിലോഗിൽ മോഡലിംഗ് അല്ലേ ചെയ്ത? ഗേറ്റ് ലെവൽ ചെയ്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്തോ അതോ ജസ്റ്റ് എന്താണ് വെരിലോഗ് ഇൻട്രൊഡക്ഷൻ ആണോ ചെയ്തത്? ഇതാരും ഹാഫ് ആർഡർ വെച്ച് സാർ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ഹാഫ് ആർഡർ വരെ ചെയ്തു. ഓ, അപ്പൊ ഗേറ്റ് നിങ്ങൾക്ക് ഡേറ്റ ടൈപ്പ് ബിഹേവിയർ മോഡലിംഗ് അതാണ് ഫസ്റ്റ് പറഞ്ഞു തന്നതന്നേ ഉള്ളൂ. ഓക്കെ. ഓ, അപ്പൊ ഗേറ്റില് ഹാഫ് ആർഡർ വെച്ച് പറഞ്ഞു, എന്നിട്ട് നിങ്ങളോട് ഗേറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഗേറ്റ് ചെയ്ത് നോക്കിയോ? അതുപോലെ നിങ്ങൾ എന്ത് പ്ലാറ്റ്ഫോമിലാണ് ചെയ്ത് നോക്കിയത്? ഓൺലൈൻ നിങ്ങളുടെ മൊബൈലിലും കിട്ടുന്ന സാധനം വേണ്ടേ? ബ്രൗസർ ഫ്രീ ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ, മീൻസ് എന്ത് ടൂൾ യൂസ് ചെയ്താ ചെയ്തേ?
ഒന്നും ഐഡിയ ഇല്ല. എങ്ങനെ ചെയ്തു? അത് ചെയ്തേ ഇല്ലേ? നിങ്ങൾ വല്ലതും എന്ന് വെച്ചാൽ വല്ലതും കോഡ് എഴുതി ഔട്ട്പുട്ട് കണ്ടോ? കോഡ് എഴുതിയിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഒരു ഗേറ്റ് അതിനകത്ത് പ്രോഗ്രാം എഴുതിയാൽ നിങ്ങൾ AB ഇൻപുട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇപ്പൊ ആൻഡ് ഗേറ്റിന്റെ പ്രോഗ്രാം എഴുതിയ 0 0 എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് 0 എന്ന് തന്നെ കാണിക്കും. ഇൻപുട്ടൊക്കെ നിങ്ങൾ അസൈൻ ചെയ്ത AB ഔട്ട്പുട്ട് Y എന്ന് കൊടുത്താൽ എയും ബിയുടെയും വാല്യൂ നിങ്ങൾ 0 0 എന്ന് കൊടുത്താൽ അത് Y 0 എന്ന് തന്നെ നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്ത 0 കാണിക്കും. doodle.com എക്സിക്യൂട്ട് വെരിലോഗ് ഓൺലൈൻ. ഓക്കെ, അതാണ് ചെയ്തത്. ഓക്കെ, ഓക്കെ. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കും കൂടെ ഒന്ന് നോക്കി പോവാം, എന്നാലേ നമുക്ക് തീരുള്ളൂ. എന്നുവെച്ചാൽ ആക്ച്വലി ഈ റാൻഡം സീക്വൻസ് ജനറേറ്റർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ടൈമിൽ വരുന്ന അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ വരുന്ന ഒരു സർക്യൂട്ടാണ്. സോ സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റർ. So this is a ring counter with feedback through an exclusive OR gate, makes a simple pseudo random number generator. എന്താണ് ഈ സ്യൂഡോ റാൻഡം സീക്വൻസ് എന്ന് പറഞ്ഞാൽ? ആർബിറ്റർലി അല്ലെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് വരുന്ന, റാൻഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ വരും. സ്യൂഡോ റാൻഡം സീക്വൻസസ് ഓഫ് വൺസ് ആൻഡ് സീറോസ് have many applications, notably in encryption. Encryption, ഇത് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. Encryption. They appear to be random over short times, but the sequence eventually repeats. Hence, the more accurate term is pseudo-random. അപ്പോൾ വെറും റാൻഡം അല്ല, സ്യൂഡോ റാൻഡം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മറ്റേ റാൻഡം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ഒക്കർ ചെയ്യുന്നത് എത്ര ടൈം ഇന്റർവെൽ കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതിനൊരു ഇന്റർവെൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റാത്ത സാധനങ്ങളാണ് റാൻഡം. പക്ഷെ ഇതിന് സ്യൂഡോ റാൻഡം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കുറച്ച് ടൈമിലേക്ക് നോക്കിയാൽ അത് റാൻഡം പോലെ ഇരിക്കും, എന്തൊക്കെയോ ഒരു കോമ്പിനേഷൻ വരുന്ന പോലെ ഇരിക്കും. പക്ഷെ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ ഉണ്ട്. That is, after a particular time interval, the sequence repeats. Also, they can be reproduced perfectly if you know both the method used to generate the sequence and the state in the sequence at which to start. എവിടെ നിന്ന് തുടങ്ങണം എന്നും എന്ത് മെത്തേഡ് ആണെന്നും അറിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോഡിങ്. എല്ലാ കോഡിങ് ടെക്നിക്സിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കോഡ് ചെയ്യും. എക്സാക്ട്ലി നമ്മൾ ഏത് കോഡാണ് യൂസ് ചെയ്തത് എന്ന് റിസീവറിനെ അറിയാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ യൂസ് ചെയ്തതിന്റെ അതെ ഇൻവേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്തെടുക്കും. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഈ സർക്യൂട്ട് ഇല്ലേ 1 2 3 4, this is a type of ring counter with a particular feedback, right? ഇതിന്റെ കൗണ്ടിങ് സീക്വൻസ് ഒന്ന് എഴുതാമോ നിങ്ങൾക്ക്? സപ്പോസ് ഒരു സർക്യൂട്ട് എന്ന് വെച്ചാൽ എല്ലാം സൈമൾട്ടേനിയസ്ലി ക്ലോക്ക്ഡ് ആണെന്നും കൂടെ വെക്കുക. ആൻഡ് ഇനിഷ്യലി സേ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം റിംഗ് കൗണ്ടർ ആണ്, അതുകൊണ്ട് ഒരു 1. ഇനിഷ്യലി സേ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഇവിടെ ഒരു 1 1 0 0 0 1 ഫോളോഡ് ബൈ 3 zeros എന്ന് ഈ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൗണ്ടിങ് സീക്വൻസ് ഒന്ന് എഴുതും. വേഗം എഴുതും. നിങ്ങൾ തന്നെ ആ സീക്വൻസ് എഴുതിയാൽ ബാക്കി പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് യു റൈറ്റ് ഇനിഷ്യലി ഓൾ ഡീപ്ലി ക്ലിയർഡ്, then we will purposefully introduce a single 1 to the leftmost flip-flop, so that the first count is 1
that is after the application of the first clock pulse, the sequence is 1 0 0 0, 1 followed by 3 zeros. So write down all the successive counting sequence and find out the repetition period. Find out the repetition period or modulus of the counter. നോക്കൂ, ഈ കോൺഫിഗറേഷൻ ഒന്ന് വരച്ചെടുക്കൂ ഡിയുടെ, എന്നിട്ട് കൗണ്ടിങ് സീക്വൻസ് എഴുതാം. കൗണ്ടിങ് സീക്വൻസ് എഴുതിയോ? ഫസ്റ്റ് കൗണ്ട് 1 0 0 0. സെക്കൻഡ് കൗണ്ട് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേ. സെക്കൻഡ് കൗണ്ട് റാഷിദ് ഒന്ന് സെക്കൻഡ് കൗണ്ട് ടൈപ്പ് ചെയ്യും. റാഷിദ് സെക്കൻഡ് കൗണ്ട് എത്രയാ? അടുത്ത സെക്കൻഡ് ക്ലോക്ക് വരുമ്പോൾ ഈ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതാണ് ഈ സെക്കൻഡ് കൗണ്ട് എന്നുള്ളതുകൊണ്ട് ചോദിക്കുന്നത്. റാഷിദിനൊരു ഐഡിയയും ഇല്ലേ? റിംഗ് കൗണ്ടർ അല്ലേ സെക്കൻഡ് കൗണ്ടർ എന്താണ്? ചോദിക്കേണ്ട താമസം, എല്ലാവരും അറ്റൻഡൻസ് എടുത്തല്ലോ, പോയി തുടങ്ങിയാൽ മതി. വെരി ഗുഡ്. പോയവരൊക്കെ എന്നാൽ ബാക്കി എല്ലാവരോടും ചോദിക്കാം. അത്യാവശ്യമുള്ളവർ മാത്രം ഇവിടെ, അല്ലെങ്കിൽ ഇത് അറിയണം എന്നുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, അതാ നല്ലത്. ഋഷിക പിന്നെ എന്താണ് നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിട്ടും ഒരു കൗണ്ടറിന്റെ ഇനീഷ്യൽ കൗണ്ട് തന്നു, അടുത്ത എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇനി എന്തിനാ പിന്നെ ബാക്കിയുള്ളത് നോക്കുന്നേ? ഞാൻ പറഞ്ഞു പോവാം, അതാണ് ഭേദം. So if you write down the counting sequence, then you can verify that this circuit has a period of 2 raised to 4 minus 1 15. Okay. And where it is used is, suppose instead of sending plain text directly, if you are generating such a pseudo random binary sequence and your data is exclusive ORed with that PN sequence, pseudo random noise sequence, it's also known as PN sequence because it appears as noise in a short interval of time. If you exclusive OR it and send it, it only appears as a noise. So the purposefully an intruder cannot retrieve it. So if at the receiver, if the same pseudo random binary sequence is used to exclusive or the received data, then you can retrieve your original data. The principle is, if you exclusive or a bit with the same value 0 or 1 twice, you get the initial value back again. So this is the use of pseudo random binary sequences and
This is the use of pseudo-random binary sequences, and using a combination of like how you are getting or you are using this type of connections within the feedback loop of a ring counter, you can generate different types of pseudo random numbers. So this is also an application of shift registers, and it also comes into the synchronous counter category. Okay, now we'll stop here.